പാലക്കാട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലൊക്കെ വലിയ വിവാദങ്ങൾ, പല വിഷയങ്ങൾ മാറി വന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വോട്ടെടുപ്പ് ദിവസവും അങ്ങനെ തന്നെ. സന്ദീപ് വാര്യർ സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വീട്ടിൽ പോയി കാണുന്നു. മുൻപുണ്ടായിരുന്ന നിലപാട് തിരുത്തി ജിഫ്രി തങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്നു എന്ന വാർത്തയിലൂടെയാണ് ഈ മണിക്കൂർ കടന്നു പോകുന്നത്. അതോടൊപ്പം പാലക്കാട് വോട്ടെടുപ്പ് മികച്ച ഘട്ടത്തിൽ തുടർന്നു പോവുകയാണ്. KT സ്വാലിഹുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാലി, ഏത് പഞ്ചായത്തിലാണ് ഉള്ളത്? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലൊക്കെ വലിയ തിരക്കുണ്ട് രാവിലെ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാലി, മാത്തൂരാണ് എന്നാണ് എൻ്റെ വിചാരം. മാത്തൂർ ഏതാണ്ട് 4000 വോട്ടുകൾ ഉള്ള മണ്ഡലം പഞ്ചായത്താണ്. അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെ? പോളിംഗ് ഒക്കെ കാര്യപ്പെട്ട രീതിയിൽ തന്നെ ഉണ്ടോ രാവിലെ? അന്ന, ഞാനുള്ളത് പിരായിരി പഞ്ചായത്തിലാണ്. ഇപ്പോഴുള്ളത് മേപ്പറമ്പിലാണ്. മേപ്പറമ്പിൽ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് ഒരുപോലെ തന്നെ തിരക്ക് ഉണ്ട്. ഒരു ഭേദപ്പെട്ട തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട്. നമുക്കറിയാം 184 ബൂത്തുകളിലും രാവിലെ മുതൽ ഇതുപോലെ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ താരതമ്യേന സ്ത്രീ വോട്ടർമാർ ബൂത്തുകളിൽ കുറവാണ്. 1-2 പേർ മാത്രമാണ് ലൈനിലുള്ളത്. അതേസമയം പുരുഷ വോട്ടർമാരാണ് രാവിലെ മുതൽ കൂടുതലായി നമുക്ക് ഈ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. 9:30 വരെ ഏതാണ്ട് 14.63% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാർ താരതമ്യേന 2% കുറവാണെങ്കിൽ പോലും വലിയ തോതിൽ വോട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. വലിയ പ്രചാരണം, ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു ആവേശം സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ ഉണ്ടാവുക സാധാരണമാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടുമെന്ന ഒരു പ്രതീക്ഷ മുന്നണികളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. വലിയ ആത്മവിശ്വാസം രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ഈ വിഷയത്തിലുണ്ട്. പരമാവധി ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ നമുക്കറിയാം ഓരോ പോളിംഗ് ബൂത്തിലും 7 മണി മുതൽ തന്നെ ഇതേ സമാന രീതിയിൽ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സ്ഥിതി തന്നെ തുടരുകയാണെങ്കിൽ നല്ല പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അന്ന. അതെ സ്വാലി, പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് 21 ഇടത്ത് UDF 10, LDF 8, BJP 3 എന്ന നിലയ്ക്കാണ് അവിടുത്തെ ഒരു സ്ഥിതി ഉള്ളത്. ഇത്തവണത്തെ രാവിലത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന്, ഏതൊക്കെ പ്രാതിനിധ്യമുള്ള മേഖലകളിൽ നിന്നാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതെന്ന് ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് ഈ സമയത്ത് എത്താൻ കഴിയുമോ? പിരായിരി പഞ്ചായത്ത് ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഉള്ള മണ്ഡലമാണ്. സ്വാഭാവികമായും അത് പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. ഈ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരൊക്കെ വളരെ കൂടുതലായി ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പിരായിരി. ഇത് പല ഘട്ടങ്ങളിലും ഇത് ഇടതുപക്ഷത്തോടൊപ്പവും അതോടൊപ്പം തന്നെ UDFനൊപ്പവും നിന്ന വോട്ടർമാരാണ് പിരായിരിയിലുള്ളത്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പ്രധാനമായും മുന്നണികൾക്കൊക്കെ പ്രതീക്ഷ നൽകുന്നത്. സന്ദീപ് വാര്യരുടെ കടന്നുവരവൊക്കെ സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലും കാണാനാവുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇത് മറികടക്കാൻ കോൺഗ്രസ് പിരായിരിയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ പ്രചാരണം ഒക്കെ നടത്തി വന്നിരുന്നു. ഷാഫി പറമ്പിലിനൊക്കെ കൂടുതൽ സമയം ഇവിടെ എത്തിച്ചുള്ള പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് വോട്ടർമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഏതായാലും വലിയ ആവേശം വോട്ടർമാർക്കിടയിലുണ്ട്. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലൊക്കെ വലിയ തിരക്കുണ്ട്. പരമാവധി ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതാണ്ട് 13 വർഷം MLA ആയിരുന്നു. എടുത്തു പറയാൻ ഒരു പദ്ധതി പോലും ഇതിനകത്ത് ഈ മണ്ഡലത്തിനകത്ത് നടപ്പാക്കാൻ ഷാഫി പറമ്പിൽ MLAക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുണ്ടായ സാഹചര്യങ്ങളെല്ലാം പൊതുവിൽ ചർച്ചയായതാണ്. അതോടൊപ്പം ഈ നഗരസഭ ഭരിക്കുന്ന BJPയുമായുള്ള ചില നീക്കുപോക്കുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയായതാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിനുമുണ്ട്. വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനൊക്കെ നൽകുന്നത് ഇക്കാരണങ്ങളൊക്കെ തന്നെയാണ്. അന്ന.